ആദ്യമായിട്ട് ഈ വണ്ടി ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷണിച്ച ടാറ്റ മോട്ടോഴ്സിനെ മുത്തൂറ്റ് മോട്ടോഴ്സിന് അറിയിക്കുന്നു. അതോടൊപ്പം പുതിയ ഈ ആൾട്രോസ് എന്ന വണ്ടി മാർക്കറ്റിൽ ഒരു പുതിയ ട്രെൻഡ് ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ചിങ്ങിലേക്ക് നടക്കുന്ന കൊട്ടാരക്കരയിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു വിരുന്നുകാരൻ നമ്മളെ എന്താ പറയുക റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ നടക്കുന്നതൊക്കെയാണ് നമ്മുടെ അൾട്രോസ് ബുക്ക് ചെയ്ത് ഞങ്ങളോട് വേദിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ്ങിലേക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കാം. നല്ലൊരു കൈഡി ആയിക്കോട്ടെ. നമ്മുടെ സുനിൽസാറും അതുപോലെ നമ്മുടെ കസ്റ്റമർ ചേർന്നിട്ടാണ് ഇന്ന് ഇവിടുത്തെ ലോഞ്ചിങ് നടക്കുന്നത്. അപ്പോൾ നല്ലൊരു കൈഡി പോകട്ടെ. ബ്യൂട്ടിഫുൾ കളറാണ് നമ്മുടെ അൾട്രോസിന്റെ ഇന്നിവിടെ നിരത്തിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ പല നല്ല കളേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നാണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് തന്നെ. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആധികാരികമായിട്ട് പറയാനായിട്ട് സജിലാലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. സജിലാൽ. ടാറ്റ ആൾട്രോസ് ഇന്ത്യ സേഫസ്റ്റ് കാർ ആൻഡ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നാണ് അറിയപ്പെടുന്നത് ടാറ്റ ആൾട്രോസ്. നമുക്ക് ആൾട്രോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2018 ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് ആൾട്രോസ് ആദ്യമായിട്ട് ഡിസ്പ്ലേ ചെയ്തത്. അവിടെ തൊട്ട് നമുക്ക് ഇന്ത്യയിലെ എല്ലാ കസ്റ്റമേഴ്സും ആകാംക്ഷയോടെ കാത്തിരുന്ന ആൾട്രോസ് നമുക്ക് ഇപ്പം നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നു. ആൾട്രോസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൽബട്രോസ് എന്ന മനോഹരമായ കടൽ പക്ഷിയുടെ പേരിൽ നിന്നുമാണ് ആൾട്രോസ് എന്ന വാക്ക് വന്നത്. അതുപോലെ പക്ഷിയുടെ ചിറകുകളെ പോലെ തന്നെ 90 ഡിഗ്രിയിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ് ആൾട്രോസിന്റെ എല്ലാ ഡോറുകളും. നമുക്ക് ആൾട്രോസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഫ്രണ്ടിലെ സ്പെൻസർ ഗ്രില്ലായാലും അതുപോലെ തന്നെ വശങ്ങളിൽ വാൽനക്ഷത്രത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഡിസൈനുകളും ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പുകളും എല്ലാം വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന ആൾട്രോസിനെ നോക്കുമ്പോൾ ഒരു കുതിച്ചോടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഓട്ട മത്സരക്കാരൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലാണ് ആൾട്രോസിൽ നിന്ന് കിട്ടുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ആൾട്രോസിനെ കുറിച്ച് പറയാനുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ടി-വിയിലും പത്രത്തിലും അതുകൊണ്ട് തന്നെ ന്യൂസ് ചാനലുകളും എല്ലാം കണ്ടിട്ടുണ്ട്. ആൾട്രോസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇന്ത്യ സേഫസ്റ്റ് കാർ ആണ് മെയിൻ ഹെഡിങ് ആയിട്ട് കണ്ടത്. എന്തായിരിക്കും ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്?
ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുറച്ച് പേരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ആൾട്രോസിനെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്? ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അതായത് ഏതൊരു കാര്യം എടുത്താലും അതിന്റെ ഏറ്റവും ഉയർന്ന നിലവാരം, ഏറ്റവും ഉയർന്ന അളവുകോല്, അതായിരിക്കും ഗോൾഡ് സ്റ്റാൻഡേർഡ്, പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ആൾട്രോസ് പ്രധാനമായിട്ടും 5 കാര്യങ്ങളിൽ ഗോൾഡ് സ്റ്റാൻഡേർഡാണ്. അതെന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ഒരു പ്രീമിയം ഹാഷ് ബാഗിനെ സംബന്ധിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പാസഞ്ചർ കാറിനെ സംബന്ധിച്ച് പറയുമ്പോഴും ഒരു 5 കാര്യങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് നോക്കുന്നത്. ഈ 5 കാര്യങ്ങളിലാണ് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് കസ്റ്റമേഴ്സ്. അത് നോക്കുക, ഏറ്റവും ഫസ്റ്റായിട്ട് നോക്കുമ്പോൾ പറയുന്നത് സേഫ്റ്റി ആയിരിക്കും കസ്റ്റമേഴ്സ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത്. രണ്ടാമെന്ന് പറയുന്നത് ആ വാഹനത്തിൻ്റെ ഡിസൈൻ. മൂന്നാമതായിട്ട് പറയുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി. അത് കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെന്ന് പറയുന്നത് വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രൈവിംഗ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ കസ്റ്റമർക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. അഞ്ചാമതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു കസ്റ്റമർ ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആനന്ദം ആ വണ്ടി ഓടിക്കുമ്പോൾ. അതായിരിക്കും ഈ 5 കാര്യങ്ങളായിരിക്കും കസ്റ്റമേഴ്സ് ഒരു പ്രീമിയം കാറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മെയിനായിട്ട് നോക്കുന്നത്. ഈ 5 കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും കസ്റ്റമേഴ്സ് വണ്ടി നോക്കുന്നത്. അപ്പോൾ ആൾട്ടോസ് ഈ 5 കാര്യങ്ങളിലും ഗോൾഡ് സ്റ്റാൻഡേർഡാണ്, ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്നത്. ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇന്ത്യ സേവസ് കാർ അതങ്ങനെ എല്ലാ കമ്പനികൾക്കും നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. ആൾട്രോസ് എന്തുകൊണ്ടാണ് ഈ 5 കാര്യങ്ങളും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിരിക്കും നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സേഫ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, വേൾഡ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഗ്ലോബൽ എൻക്യാപ്പ് എന്ന് പറഞ്ഞ ഏജൻസിയിൽ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടാണ് ആൾട്രോസ് വന്നത്. ഒരു ഇന്ത്യൻ കാർ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറായ 17-ൽ 16.13 എന്ന ഏറ്റവും ഉയർന്ന സ്കോർ നേടി ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ക്രാഷ് ടെസ്റ്റ് നടത്തിയ, അതായത് ഇനി വരും കാലങ്ങളിൽ ഇതിനേക്കായിട്ട് ടഫായിട്ട് ഒരു ക്രാഷ് ടെസ്റ്റ് നടത്തുവാണെങ്കിൽ അതിലും 5 സ്റ്റാർ തന്നെ നേടുന്ന തരത്തിൽ കേപ്പബിൾ ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് 5 സ്റ്റാർ നേടിയ ഇന്ന് ഇന്ത്യയിലുള്ളതിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും മികച്ച പ്രീമിയം ഹാഷ് ബാഗാണ് ടാറ്റ ആൾട്രോസ് എന്ന് ഒരു സംശയം കൂടാതെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഏറ്റവും ബെറ്ററായിട്ട് പറയുന്നത് ഇതിന്റെ ആർക്കിടെക്ചറാണ്. അഡ്വാൻസ്ഡ് ആൽഫ ആർക്കിടെക്ചറിലാണ് ആൾട്രോസ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ആൽഫ ആർക്കിടെക്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സേഫ് ആണ്, സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ആൽഫ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഈ ഇലക്ട്രിക് വാഹനം ഉൾപ്പെടെയുള്ള മിക്ക SUV-കൾ നിർമ്മിക്കുന്നത് ആൽഫ പ്ലാറ്റ്ഫോമിലായിരിക്കും. ഈ ആൽഫ ആർക്കിടെക്ചറിന്റെ ഏറ്റവും ഒരു മെയിനായിട്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ആൽഫ ആർക്കിടെക്ചറിന്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് സേഫ്റ്റി ഫോർ ഓൾ ദ ഓക്യുപ്പൻസ് ഇൻ ദ ക്യാബിൻ. അതായത് ക്യാബിനുള്ളിലിരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും പരിപൂർണ്ണ സുരക്ഷിതത്വം. അതാണ് ആൽഫ ആർക്കിടെക്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇതിനകത്ത് കൊണ്ടിരിക്കുന്ന ഡുവൽ എയർ ബാഗ്, ABS, EBD, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, CSC ഇതെല്ലാം ബേസ് മോഡ് തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വിത്ത് സെൻസേഴ്സ് എല്ലാം നമുക്ക് വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ ഭാഗത്ത് പറയുന്നതെങ്കിൽ നമുക്ക് ചൈൽഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ISO ഫിക്സ് ആൻകറേജ് പോയിന്റും കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഡ്രൈവറിനും കോ ഡ്രൈവറിനും നമുക്ക് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ പറയുന്നത് ഒന്ന് സേഫ്റ്റി, രണ്ടാമതെന്ന് പറയുന്നത് നമുക്ക് ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പാക്ട് 2.0 എന്ന ഡിസൈനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇമ്പാക്ട് 2.0 എന്ന് പറയുന്ന ഡിസൈനിലാണ് നമുക്ക് ഫസ്റ്റ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഹാരിയറാണ്, രണ്ടാമത്തെ വാഹനമാണ് ആൾട്രോസ്. മാത്രമല്ല ഇത് ഫ്യൂച്ചർ ഇൻസ്പയർഡ് ഡിസൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഫ്യൂച്ചർ ഇൻസ്പയർഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ പ്രചോദനം കൊണ്ട ഡിസൈൻ. അത് കൂടാതെ തന്നെ കോക്പിറ്റ് ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് നമുക്ക് ക്രൂയിസ് കൺട്രോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആൾട്രോസിനകത്ത് നമുക്ക് ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ഈ കാറ്റഗറി പെടുന്ന സെഗ്മെന്റിൽ വണ്ടിക്കകത്ത് ആദ്യമായിട്ടാണ് ക്രൂയിസ് കൺട്രോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ടെക്നോളജി നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയാനുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മെയിനായിട്ട് പറയുന്നത് നമുക്കൊരു സൗണ്ട് സിസ്റ്റം ആണ് അതിനകത്തൊരു മെയിനായിട്ടൊരു പോയിന്റായിട്ട് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് വണ്ടികൾ ഫോർഡ് എക്കോസ്പോർട്ട് ടയറാണ് ബ്രേക്ക് നടക്കുന്നത്. ഇത് ടെക്നോളജികളും ആൾട്രോസ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നാണ് അറിയപ്പെടുന്നത്. മെയിനായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ക്രൂയിസ് കൺട്രോൾ, അതായത്
ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് നവമായിട്ടൊരു വണ്ടി യുവാക്കളായിട്ടുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ നോക്കുന്ന പറഞ്ഞാൽ സൗണ്ട് സിസ്റ്റം ബെറ്റർ ആയിരിക്കും. നമുക്ക് വേൾഡ് ക്ലാസ് സൗണ്ട് സിസ്റ്റമാണ് ആൾട്രോസിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഹാർമന്റെ 7 ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നാലാമതായിട്ട് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിനെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള BS6 പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡീസലിന് മിക്ക ഇതിന്റെ കോമ്പറ്റീഷൻ ആയിട്ടുള്ള വണ്ടികൾക്ക് ഡീസലിന്റെ ഒരു BS6 എഞ്ചിൻ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. നമുക്കത് ആൾട്രോസിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് മോഡ് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിന് കൂടെ നമുക്ക് 2 ഡ്രൈവിംഗ് മോഡിനകത്ത് കൊണ്ടിട്ടുണ്ട്. എക്കോ മോഡ്, സിറ്റി മോഡ് എന്നാണ് ഈ ഡ്രൈവിംഗ് മോഡ് അറിയപ്പെടുന്നത്. അത് നമുക്ക് എഞ്ചിന്റെ കൂളിംഗ് പവറിന് അതുപോലെ തന്നെ മൈലേജിന് വേണ്ടിയിട്ട് നമുക്ക് വളരെയേറെ സഹായിക്കുന്നു. മൂന്നാമത് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഡൈനാമിക്സിനകത്ത് നമുക്ക് പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളതാണ് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് പെട്രോൾ എഞ്ചിനാണല്ലേ, 5 സ്പീഡാണ്. നമ്മുടെ ഫസ്റ്റ് ആദ്യ ഈ ഹാൻഡ് ഓവറിംഗ് നടന്ന അജിത മാഡത്തിനാണ്. ഒപ്പം തന്നെ നമ്മുടെ നെബിസാണ് രണ്ടാമത്തെ വണ്ടിയുടെ ബുക്കിംഗ് ആയിട്ടുള്ള ആൽട്രോസിന്റെ
ഇത് ഇതിന്റെ പെയിന്റേ ക്വാളിറ്റി ഇതാ ഇതിന്റെ വണ്ടിയുടെ കളറ്. ഇവിടെ ഉണ്ടേ 666526. ട്രിപ്പ് ബെയ്യുമാണ്. 382 കിലോമീറ്റർ ഓടിയത്. പിന്നെ അത് കിലോമീറ്റർ അവറിൻ്റെ ആണ് കാണിക്കുന്നത്. ഫ്യൂലൊക്കെ ഇത് ഇനി 64 കിലോമീറ്റർ ഓടാനുള്ള ഫ്യൂൽ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. വണ്ടി വന്നത് 2100 രൂപത്തിൽ ഓടിയില്ലേ? അവിടുന്ന് കൊണ്ടുവന്ന കിലോമീറ്റർ ആയിരിക്കും. എവിടുന്ന് കൊല്ലത്ത് യാടിയിൽ നിന്ന് എടുത്ത് ഡ്രസ് ഡ്രൈവ് കൊടുത്തേക്കുന്നത് 2010 ദിവസത്തിനകത്ത്. എല്ലായിടത്തും ഡ്രസ് ഡ്രൈവ് നമ്മുടെ വേണ്ടിയില്ല. ടെസ്റ്റ് ഡ്രൈവ് വേണ്ടിയാണ് മറക്കും. അതുകൊണ്ട് അടുത്ത ഡ്രസ് ഡ്രൈവിനെ വിളിച്ചേക്കുന്നത് പോകാനാ. ഓക്കെ ശരി ശരി. എല്ലാം നമ്മുടെ സ്റ്റിയറിംഗിൽ തന്നെ എല്ലാം വന്നിരിക്കും. നീ വിളിച്ചേ വിളിക്കണേ വിളിക്കണേ നീ വിളിക്കണേ. അട്ടീന്ന് കാറ്റിരുന്നില്ലേ? അത് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ചേട്ടാ ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് പറയാമോ? കാര്യങ്ങളൊന്ന് ഓപ്ഷൻസ് എങ്ങനെ അതിനകത്തുള്ള അല്ല ഇതിന്റെ സ്ക്രീനിന്റെ ഡിസ്പ്ലേ വരുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ റേഡിയോ വരുന്നുണ്ട്, USB, പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുകയാണ് മെയിനായിട്ട്. പിന്നെ സ്റ്റീരിയോയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും, അത് AC-യുടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എഫ്എം ഇവിടെ കിട്ടത്തില്ല. സ്റ്റീരിയോ നമുക്കൊരു പാട്ടിട്ട് നോക്കാം. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഫോൺ സെറ്റപ്പ് കണക്ട് ചെയ്യും. അതിനകത്ത് പെയർ ന്യൂ ഡിവൈസ്. അതിനകത്ത് ഓപ്പോ ഡിഗ്രി എങ്ങനെ അത് ഡിസ്പ്ലേ അവിടെ കാണിക്കുന്നില്ല. അവിടെ ഇപ്പോൾ നമ്മുടെ സ്റ്റീരിയോക്കകത്ത് ഫോൺ കണക്ട്. ഓക്കെ, ഒത്തിരി കാണാതിരിക്കണം. അതിപ്പോ ഇയാൾ താത്തതാ ഗിയറോ ചേട്ടാ. ഇനി അടുത്തതുണ്ട് ആ ബ്ലൂടൂത്തിൻ്റെ അത് സെൻറ്റർ BT സൗണ്ട് കൊടുക്കില്ല. അതിനാ സൗണ്ട്
ഈ വണ്ടി വേണം ആപ്പിൾ കാർപ്ലേ. ഓക്കെ. പിന്നെ വേറെ പിന്നെ നമുക്ക് പാർക്ക് അസിസ്റ്റൻ്റ് വേണം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. ആ ക്യാമറ. ക്യാമറ അത് റിവേഴ്സ് ഇടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആവുമല്ലോ. പാർക്ക് അസിസ്റ്റൻ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. വിഷ്ണു 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 സ്പ്രേയിങ് വൈപ്പർ അല്ലേ? സെൻസർ ഓട്ടോ സെൻസർ അല്ലേ? ഓട്ടോ സെൻസർ ബാക്കിലത്തെ ഓട്ടോ സെൻസർ. ഓട്ടോ സെൻസർ ബാക്കിൽ ഓട്ടോ സെൻസർ. പിന്നെ ക്രൂസ് കൺട്രോൾ ഇവിടെ ആയില്ലേ? ക്രൂസ് കൺട്രോൾ ഇത് ഏത് സ്വിച്ചുകളാ? അതെല്ലാം ക്രൂസ് കൺട്രോളിൻ്റെ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി കുറച്ചല്ലേ? ഇതിന്റെ സ്വിച്ചുകളാ? അത് റൈറ്റ് സൈഡിൽ, അത് റൈറ്റിലോട്ട് ആരോ നമ്മൾ വരുന്നുണ്ടോ സ്റ്റിയറിംഗിൽ തന്നെ അതിനകത്ത് റൈറ്റിലോട്ട് ആരോ ഇതിലെ അങ്ങോട്ടുള്ള അതോ? അതല്ല ചേട്ടാ, ദാണ്ടാണ്ട് ഇപ്പോൾ ആ സ്റ്റിയറിംഗ് തന്നെ ചേട്ടാ ഇപ്പം പിടിച്ചാൽ പ്ലസ് മൈനസിൻ്റെ അവിടെ. ഓ ഇത് ഫുള്ളായിട്ടാണ് സെൻട്രലല്ല ഹോൾ മൊത്തത്തിലാണ്.